ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. വെൽക്കം ബാക്ക് അവർ ചാനൽ. നിങ്ങൾക്ക് ലേണേഴ്സ് എക്സാമിന് ഡേറ്റ് കിട്ടിയവരാണോ, അല്ലെങ്കിൽ ലേണേഴ്സ് എക്സാം ഈ അടുത്തതായിട്ട് എഴുതാൻ പോകാൻ ഉദ്ദേശിക്കുന്നവരാണോ, ആർക്കായാലും ഈ വീഡിയോ ഉപകാരപ്പെടും. കാരണം നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ലേണേഴ്സ് എക്സാമിനെ കുറിച്ചുള്ള പലരുടെയും പല സംശയങ്ങളുമാണ്. ഒരുപാട് കൂട്ടുകാർ ഓരോ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മാക്സിമം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരങ്ങൾ നൽകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ലേണേഴ്സ് എക്സാമിനെ വളരെ ഭയത്തോടെയും ടെൻഷനോടെയൊക്കെയാണ് ഓരോരുത്തർ സമീപിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചില കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമാണ്. നമ്മൾ എങ്ങനെയാണ് ഒരു എക്സാം എഴുതുന്നത് അങ്ങനെയുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒന്നാമത്തെ ചോദ്യം, എന്താണ് ലേണേഴ്സ് ടെസ്റ്റ്? ലേണേഴ്സ് ടെസ്റ്റ് എന്നാൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവ് പരിശോധിക്കുന്ന പരീക്ഷയാണ് ലേണേഴ്സ് ടെസ്റ്റ്. ലേണേഴ്സ് ടെസ്റ്റ് നിർബന്ധമായും എഴുതിയിരിക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതിന് ആദ്യത്തെ സ്റ്റെപ്പാണ് ലേണേഴ്സ് ലൈസൻസ് എടുക്കുക എന്നുള്ളത്. ലേണേഴ്സ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീടുള്ള പ്രക്രിയകളിലേക്ക് കടക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ചോദ്യം, ലേണേഴ്സ് ടെസ്റ്റിന് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സാണ് കൊണ്ടുപോകേണ്ടത്? നമുക്ക് ആധാർ, പിന്നെ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പിന്നെ അഡ്രസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഫോട്ടോ, ഐ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഒരു ഒപ്തൽമോളജിസ്റ്റ് ഡോക്ടർ കയ്യിൽ നിന്ന് വാങ്ങാവുന്നതാണ്. നമ്മുടെ കണ്ണ് പരിശോധിച്ച ശേഷം നമുക്ക് എത്രത്തോളം കാഴ്ചയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അവർ തരുന്നതാണ്. മൂന്നാമത്തേത്, ലേണേഴ്സ് ടെസ്റ്റ് എവിടെയാണ് എഴുതേണ്ടത്? ലേണേഴ്സ് ടെസ്റ്റ് സാധാരണ RTO ഓഫീസുകളിലാണ്. അതായത് നിങ്ങൾ ജില്ല ഏതാണോ ആ ജില്ലയിലെ RTO ഓഫീസ്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് RTO ഓഫീസ് എവിടെയാണോ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് അവിടെയാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടി വരുന്നത്. നാലാമത്തെ ചോദ്യം, എക്സാം ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ ഉണ്ടാവുക എന്നാണ്. എക്സാം ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. അതായത് നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട്, അതിനുള്ള അനുസരിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷോ മലയാളത്തിലോ എഴുതാൻ പറ്റുന്നതാണ്. അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇംഗ്ലീഷ് മലയാളം എന്ന് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരു ഓപ്ഷനും ഇല്ല. എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങളോട് ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ വേണ്ടി പറയും. ലാംഗ്വേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷാണോ മലയാളമാണോ എന്നുള്ളത് ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അഞ്ചാമത്തേത്, 2 വീലർ മാത്രം അല്ലെങ്കിൽ 4 വീലർ മാത്രമാണെങ്കിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചാൽ പോരെ? അതായത് ചില ആൾക്കാർക്ക് 2 വീലർ മാത്രം ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും, ചില ആൾക്കാർക്ക് 4 വീലർ മാത്രം എടുക്കാൻ ലൈസൻസ് ഉള്ളതായിട്ടായിരിക്കും അപേക്ഷിക്കുന്നത്. അപ്പോൾ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ 2 വീലർ സെപ്പറേറ്റ് 4 വീലർ സെപ്പറേറ്റ് എന്നുള്ള കാര്യമായിട്ട് ഉണ്ടാവില്ല. 2 വീലറിൻ്റെയും 4 വീലറിൻ്റെയും ക്വസ്റ്റ്യൻസ് മിക്സ് ചെയ്തിട്ടുള്ളത് തന്നെയായിരിക്കും ലേണേഴ്സ് ടെസ്റ്റിന് എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്നത്. കാരണം അങ്ങനെ സെപ്പറേറ്റ് തരുന്നില്ല. ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ 2 വീലറിൻ്റെ ആണെങ്കിൽ നമ്മൾ 2 വീലറും കൊണ്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ 2 വീലർ മാത്രമല്ല റോഡിലുള്ളത്, 4 വീലേഴ്സും ഉണ്ട്. അപ്പം നമ്മൾ ലേണേഴ്സിൽ പ്രത്യേകമായിട്ട് പഠിക്കുന്നുണ്ട് നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ നമ്മുടെ വണ്ടിയുടെ കാര്യം മാത്രമല്ല, മറ്റുള്ളവരുടെ അശ്രദ്ധ മൂലവും നമുക്ക് അപകടങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യവും മറ്റുള്ളവരുടെ അശ്രദ്ധയുടെ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് മറ്റുള്ള വണ്ടി പെട്ടെന്ന് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നതും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ 2 വീലറിൻ്റെ മാത്രമായാലും 4 വീലറിൻ്റെ മാത്രമായാലും, ഇപ്പോൾ 2 വീലർ കാരിയാണെങ്കിൽ അല്ലെങ്കിൽ 2 വീലറുകാരനാണെങ്കിൽ ഒരു 4 വീലർ നമ്മുടെ മുന്നിലുണ്ട്, അത് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ഇടാം, പാർക്കിംഗ് ലൈറ്റ് ഓണാക്കാം, എന്തും ചെയ്യാം. ആ സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു വണ്ടി എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ മുന്നിലാണ് ഈ വണ്ടി ഉള്ളത്. ആ വണ്ടി ചിലപ്പോൾ പെട്ടെന്ന് പാർക്കിംഗ് ലൈറ്റൊക്കെ ഓൺ ചെയ്യുമ്പോൾ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടാം, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ അവർ റൈറ്റിലേക്ക് പോവാണ് അല്ലെങ്കിൽ റൈറ്റ് യൂ ടേൺ എടുക്കുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇത് പഠിച്ചിരിക്കണം. ഈ 4 വീലറിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. പെട്ടെന്ന് അവർ റൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കാതെ നമ്മൾ നേരെ മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ടും നമ്മൾ പഠിച്ചിരിക്കണമെന്ന് പറയുന്നത്.
ആറാമത്തെ ചോദ്യം, എന്തൊക്കെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക? അതിന് നമുക്ക് വ്യക്തമായ ഉത്തരം പറയാൻ പറ്റില്ല. എന്തൊക്കെ ചോദ്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ ട്രാഫിക് നിയമങ്ങൾ ഉണ്ടാവും, സിഗ്നൽസ് ഉണ്ടാവും, ഹാൻഡ് സിഗ്നൽസ് ഉണ്ടാവും, ഫൈനുകളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, റോഡ് നിയമങ്ങളെക്കുറിച്ചുണ്ടാവും, വാഹനങ്ങളെക്കുറിച്ചും ഉണ്ടാവും. എല്ലാ ലെവലുകളും പഠിക്കണം. MVD ആപ്പിലെ ചോദ്യങ്ങളാണ് ഇപ്പോൾ സാധാരണയായിട്ട് നമുക്ക് ചോദിക്കുന്നത്. അതിലെ എല്ലാ ലെവലുകളും നമ്മൾ പഠിച്ചിരിക്കണം. കാരണം നമ്മളിപ്പോൾ ചെറിയ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മൾ ഏത് കോളേജിലായിക്കോട്ടെ നമ്മൾക്ക് ഒരു എക്സാം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾക്ക് ഇന്ന് മാത്രമേ വരുള്ളൂ എന്ന് നമുക്ക് എക്സാമിന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളെല്ലാം പഠിച്ചിട്ടാണ് പോകുന്നത്. അതൊരു എക്സാമിന് എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വരികയാണല്ലോ ചെയ്യുക. അതുപോലെ തന്നെയാണ് ലേണേഴ്സ് എക്സാം. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ അതും ഇതും തട്ടിക്കൂട്ടി പഠിക്കേണ്ടത് മാത്രമുള്ളൊരു കാര്യമില്ല. നമ്മൾ ജീവിതകാലം മുഴുവൻ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ നിയമങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ക്യാപ്ചയുണ്ടോ? ഇപ്പോൾ ക്യാപ്ചയെ ഫസ്റ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. ഈ ഒരു സംശയം പലർക്കും വന്നിട്ടുള്ളത്. ഇപ്പോൾ 2026 ക്യാപ്ച ഒഴിവാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുന്നേ 2025 ലാസ്റ്റ് മന്തിൽ 2 മന്ത്സിലാണ് ഈ ഒരു ക്യാപ്ച പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളത്. ആ സമയത്ത് ലേണേഴ്സ് എക്സാം എഴുതിയ പലർക്കും പല ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിട്ടുള്ളത്. ആ സമയത്ത് ഓരോ എക്സാമിൻ്റെ 3 ക്വസ്റ്റ്യൻ്റെ കൂടെയും ക്യാപ്ച ഉണ്ടായിരുന്നു. ആ ക്യാപ്ചയ്ക്കും ഈ ആൻസർ ചെയ്യാനും കൂടി വേണ്ടി ഓൺലി 30 സെക്കൻഡ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആൻസർ ആ കുട്ടി എഴുതുന്ന ആൾ ശരിയായി ആക്കിയിട്ടുണ്ടെങ്കിലും ഈ ക്യാപ്ച കാരണം ഫെയിലാവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ടൈം ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നീട് റീസ്റ്റാർട്ട് എക്സാമൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ഈ 30 സെക്കൻഡ്സിനുള്ളിൽ ക്യാപ്ചയും ആൻസർ ഓപ്ഷൻ സെലക്ട് ചെയ്യലും ഒക്കെ കൂടി ഭയങ്കര പ്രയാസമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രതിഷേധത്തിൻ്റെ തുടർന്ന് ക്യാപ്ചയൊക്കെ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ലോഗിൻ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ക്യാപ്ച ഉള്ളൂ. MVD ആപ്പിലെ ഫുൾ പഠിക്കണോ? അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. MVD ആപ്പിലെ ഫുൾ പഠിക്കേണ്ടതുണ്ട്. MVD ആപ്പാണോ RTO ആപ്പാണോ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നും തരുന്ന ബുക്കാണോ പഠിക്കേണ്ടത്? MVD ആപ്പ് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ളതാണ്. അതിലെ ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ ഈ മാറിയ ലേണേഴ്സ് പരിഷ്കാരത്തിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. MVD ആപ്പിൽ വരുന്നത് 4 ഓപ്ഷനോട് കൂടി ഉള്ള ചോദ്യങ്ങളാണ്. അതായത് 30 ചോദ്യങ്ങൾക്ക് 18 ശരി ഉത്തരം നൽകണം എന്നുള്ള ഒരു വ്യവസ്ഥയാണ് ഇപ്പോഴുള്ളത്. മുൻപൊക്കെ 20 ചോദ്യങ്ങൾക്ക് 12 ഉത്തരം നൽകിയാൽ മതിയായിരുന്നു. അതോടൊപ്പം തന്നെ 3 ഓപ്ഷൻസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു RTO ആപ്പ് പഠിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അതിൽ 3 ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ MVD ആപ്പിലാണ് 4 ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ 3 ഓപ്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ മാറിയ ലേണേഴ്സ് രീതിയിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ നിങ്ങൾ MVD ആപ്പ് തന്നെയാണ് പഠിക്കേണ്ടത്. ഏതാണ് ഏറ്റവും ബുദ്ധിമുട്ട് പഠിക്കാൻ? ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക. ചിലർക്ക് പ്രയാസമുള്ളത് ചിലർക്ക് എളുപ്പമായിരിക്കും, ചിലർക്ക് എളുപ്പമുള്ളത് ചിലർക്ക് പ്രയാസമായിരിക്കും. പക്ഷേ ഭൂരിഭാഗം ആൾക്കാർക്കും, ഇപ്പോൾ ഒരു 100-ൽ 75% ആൾക്കാർക്കും എനിക്ക് വന്ന കമൻസ് പ്രകാരം ഞാനിട്ട ഒരു വീഡിയോയിൽ, അതായത് പോലീസിൻ്റെ ട്രാഫിക് ഹാൻഡ് സിഗ്നൽസ്, ഇപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് ഉള്ളത് കൊണ്ട്, അതായത് ഓട്ടോമാറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് ഉള്ളത് കൊണ്ട് നമുക്കങ്ങനെ ഹാൻഡ് സിഗ്നൽസ് കാണിക്കേണ്ട ആവശ്യമില്ല, വണ്ടിയിലായാലും ഏതിലായാലും. അതുപോലെ തന്നെ പോലീസിൻ്റെ ഹാൻഡ് ട്രാഫിക് സിഗ്നൽസ്, ഇപ്പോൾ നമ്മൾക്ക് ട്രാഫിക് ലൈറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ പോലീസുകാരുടെ ആ ഒരു ഹാൻഡ് സിഗ്നൽസ് എവിടെയും കാണാനില്ല. എന്നാൽ അത് പഠിക്കാനാണ് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിട്ടുള്ളത്. ആ വന്ന കമൻസ് മുഴുവൻ ഈ ഒരു പോലീസ് ഹാൻഡ് സിഗ്നൽസ് പഠിക്കാൻ കടുപ്പം ഉണ്ടെന്നായിരുന്നു. എത്ര ലെവൽ വരെ നോക്കണം? എറൗണ്ട് ഒരു 42 ലെവൽസോളം നമ്മുടെ MVD ആപ്പിലുണ്ട്. അത് മുഴുവൻ നമ്മൾ നോക്കിയിരിക്കണം. കാരണം നിങ്ങളിപ്പോൾ 41 ലെവൽ വരെ നോക്കിയെന്നിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 42 ലെവലിൽ നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ എക്സാം സെൻറ്ററിൽ നിങ്ങൾ എങ്ങനെയാണോ ലേണേഴ്സ് എക്സാം എഴുതുക, ഇപ്പോൾ 30 സെക്കൻഡിനുള്ളിൽ 30 ചോദ്യങ്ങൾ നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നതാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾക്ക് എക്സാമിൻ്റെ ഒരു പേടിയും എക്സാം എങ്ങനെയാണെന്നുള്ളൊരു ധാരണയും ടെൻഷനും പിന്നെ കോൺഫിഡൻസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മോക്ക് ടെസ്റ്റ് നമ്മൾ വീട്ടിലിരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. ക്യാപ്ചയ്ക്ക് മാർക്കുണ്ടോ? ക്യാപ്ചയ്ക്ക് മാർക്കില്ല. കാരണം ക്യാപ്ച ഉണ്ടായിരുന്നപ്പോഴും ക്യാപ്ചയ്ക്ക് മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ക്യാപ്ച ഇപ്പോൾ ഇല്ലതാനും. കമ്പ്യൂട്ടർ അറിയാത്തവർ എന്ത് ചെയ്യും? കമ്പ്യൂട്ടർ അറിയാത്തവർക്ക് ലേണേഴ്സ് എക്സാം എഴുതുന്നതിന് കുറച്ച് പ്രയാസം ഉണ്ടാവും. എന്നിരുന്നാലും കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ് അറിയുന്നവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, അതായത് കമ്പ്യൂട്ടർ അറിയാത്തവരെ അവിടെയുള്ള ഓഫീസേഴ്സും മറ്റ് സ്റ്റാഫ്സും ഒക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മൾക്ക് ധൈര്യമായിട്ട് ഹെൽപ്പ് ചോദിക്കുകയും ചെയ്യാം. പിന്നെ ഇപ്പോഴെല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ്. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു കമ്പ്യൂട്ടർ എളുപ്പം തന്നെയായിരിക്കും. പിന്നെ മൗസ് ഉപയോഗിച്ച് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക, അതൊക്കെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അത് മാത്രമേ നമുക്ക് ആ ഒരു എക്സാമിന് ഈ കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമുള്ളൂ. നമ്മളിപ്പോൾ ഫോണിൽ സ്ക്രീൻ എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ ക്വസ്റ്റ്യൻസ് വരും. ഓപ്ഷൻ സെലക്ട് ചെയ്യണം, നെക്സ്റ്റ് അടിക്കണം, ടൈം ശ്രദ്ധിച്ച് നോക്കിയിരിക്കണം. അത്രയേ ഉള്ളൂ. അല്ലാതെ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും അറിഞ്ഞിരിക്കണമെന്നൊന്നും നിർബന്ധമില്ല. പിന്നെ കമ്പ്യൂട്ടറിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ നമ്മൾക്ക് പഠിക്കാമെന്നും അതിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ അറിയാത്തവർ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. കമ്പ്യൂട്ടർ എക്സാം അല്ല ഇത്, ലേണേഴ്സ് എക്സാമാണ്. കമ്പ്യൂട്ടറിൽ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെയുള്ളവർ ഹെൽപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാം. അതായത് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തരാനല്ല, നിങ്ങൾക്ക് സിസ്റ്റത്തിൻ്റെ എന്തെങ്കിലും ഹെൽപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവരോട് ഹെൽപ്പ് ചോദിക്കാം. ലേണേഴ്സ് ടെസ്റ്റ് എഴുതി എത്ര ദിവസം ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി കാത്തിരിക്കണം? ലേണേഴ്സ് ടെസ്റ്റ് എഴുതി പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസം ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി കാത്തിരിക്കുന്നതെന്നാണെങ്കിൽ ഇനിയും 2 സ്റ്റെപ്പ് ബാക്കിയുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. എന്നാൽ ഈ ചോദ്യം ലേണേഴ്സ് ടെസ്റ്റ് എഴുതി എത്ര ദിവസം കാത്തിരിക്കണം ഡ്രൈവിംഗ് ടെസ്റ്റിനാണെങ്കിൽ നമ്മൾക്ക് 30 ദിവസം കാത്തിരിക്കണം ഡ്രൈവിംഗ് ടെസ്റ്റിന്. ലേണേഴ്സ് ടെസ്റ്റ് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടും? ടെസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാണെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്കൊരു മെസ്സേജ് വരും. ആ മെസ്സേജ് ലിങ്ക് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ലേണേഴ്സ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഓൺലൈനായി വീട്ടിൽ നിന്ന് ലേണേഴ്സ് ടെസ്റ്റ് എഴുതാൻ പറ്റുമോ? ഓൺലൈനായിട്ട് മോക്ക് ടെസ്റ്റ് മാത്രം നമ്മൾക്ക് മോക്ക് ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാതെ ലേണേഴ്സ് ടെസ്റ്റ് ഓൺലൈനായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ കഴിയില്ല. ഇനി അടുത്ത ചോദ്യം, കന്നഡ ഉപയോഗിക്കുന്നവർക്ക് ടെസ്റ്റ് എഴുതാമോ? കന്നഡ ഉപയോഗിക്കുന്നവർക്ക് കന്നഡ ഉപയോഗിച്ച് തന്നെ ടെസ്റ്റൊക്കെ എഴുതാവുന്നതാണ്. ലേണേഴ്സ് ടെസ്റ്റിന് നെഗറ്റീവ് മാർക്കുണ്ടോ? ലേണേഴ്സ് ടെസ്റ്റിന് നെഗറ്റീവ് മാർക്കൊന്നുമില്ല. നമ്മൾ ഉത്തരം ശരിയാണെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും, ഉത്തരം തെറ്റാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകും. കാരണം നമുക്ക് 30 ചോദ്യങ്ങൾ ഉണ്ടല്ലോ, 30 ചോദ്യങ്ങളിൽ 18 എണ്ണമാണ് നമ്മൾ ശരിയാക്കേണ്ടതുള്ളൂ. ഒരു തവണ ഫെയിലായാൽ വീണ്ടും എഴുതാമോ? തീർച്ചയായും നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഒരു നിശ്ചിത ഫീസ് അടച്ച ശേഷം നമ്മൾക്ക് വീണ്ടും ലേണേഴ്സ് ടെസ്റ്റ് എഴുതാവുന്നതാണ്. ലേണേഴ്സ് നിർബന്ധമാണോ? ലേണേഴ്സ് നിർബന്ധമാണ്. ലേണേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ 30 ദിവസം കഴിഞ്ഞ ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് റോഡ് ടെസ്റ്റും പിന്നെ 8 ടെസ്റ്റും അല്ലെങ്കിൽ H ടെസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ലേണേഴ്സ് എക്സാം സമയത്ത് ഫോൺ ഉപയോഗിക്കാൻ കഴിയുമോ? ലേണേഴ്സ് എക്സാം സമയത്ത് ഫോണൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. പിന്നെ ചില കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, OTP ഫോണിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത്. അതപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത്. പക്ഷേ എനിക്കൊന്നും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല. ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് പുറത്ത് വെക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ OTP വന്നിട്ടുള്ളത് അവിടെയുള്ള ഓഫീസേഴ്സ് തന്നെ നമുക്ക് അവരുടെ പാസ്വേഡും OTP ഒക്കെ പറഞ്ഞു തരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഓരോ ഇടത്തും ഓരോ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഡ്രൈവിംഗ് സ്കൂൾ വഴിയല്ലാതെ സ്വയം അപ്ലൈ ചെയ്യാൻ കഴിയുമോ? ഡ്രൈവിംഗ് സ്കൂൾ വഴിയല്ലാതെ നമുക്ക് സ്വയം അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. ഞാൻ ഡ്രൈവിംഗ് സ്കൂൾ വഴിയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. പിന്നെ സ്വയം അപ്ലൈ ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ RTOയിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയും.
ലേണേഴ്സ് ലൈസൻസ് കിട്ടിയാൽ സ്വയം ഡ്രൈവിംഗ് പരിശീലിക്കാമോ? ലേണേഴ്സ് ലൈസൻസ് കിട്ടിയെന്ന് കരുതി നിങ്ങൾക്ക് സ്വയം വണ്ടി റോഡിലേക്ക് ഇറക്കാനുള്ള യാതൊരുവിധ നിയമ ഇതുമില്ല. നിങ്ങളുടെ കൂടെ സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരു വ്യക്തി നിങ്ങളുടെ പിറകിൽ അല്ലെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്വയം വണ്ടി ഓടിച്ച് റോഡിലായാലും എവിടെയായാലും പഠിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ലേണേഴ്സ് ലൈസൻസ് കിട്ടിയ ശേഷം നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ അതോടൊപ്പം ശ്രദ്ധിക്കുകയും വേണം. 2 പേരും ഹെൽമെറ്റ് നിർബന്ധമായും ധരിച്ചിരിക്കണം. പിന്നെ വണ്ടിയുടെ പുറകിലും മുന്നിലുമായിട്ട് എൽബോർഡ് വ്യക്തമായി കാണുന്ന രീതിയിൽ ഒട്ടിച്ചിരിക്കണം, റെഡ് കളറിൽ. പിന്നെ സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. MVD ആപ്പിലെ എല്ലാ ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് എത്ര ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്, എത്ര മാർക്കാണ് പാസ്സാകാൻ വേണ്ടത് എന്നാണ്. ചോദ്യങ്ങൾ 30 ചോദ്യങ്ങളാണ്. അതിൽ നിങ്ങൾ 18 ശരിയായ ഉത്തരങ്ങൾ നൽകിയാൽ മതി. ഇതൊക്കെയാണ് ലേണേഴ്സ് സംബന്ധിച്ചുള്ള ഒരുപാട് കൂട്ടുകാരുടെ സംശയങ്ങൾ. ഇനി നിങ്ങൾക്ക് ഇതിനപ്പുറം എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.